കാണുകയായിരിക്കുന്ന ഇന്നത്തെ വീഡിയോ നമ്മൾ ആ സ്ഥലത്തിന് വില ഡിസൈഡ് ചെയ്യാൻ പോവുകയാണ്. ദൈവം എന്താണെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം. നമുക്ക് പറയുന്ന ഒരു വിലക്ക് കിട്ടുവാണെങ്കിൽ നോക്കാം. അപ്പൊ അമ്മയായിട്ട് ഞാൻ പോകും, അമ്മ കടയിലുണ്ട്. ഒരു നല്ലൊരു പ്രൈസ് ഡിസൈഡ് ആവാൻ പറ്റുമായിരിക്കും. ഈ കഴിഞ്ഞ മാസം എത്ര കിലോമീറ്റർ അത് ഇവിടെ പൊക്കത്ത് കാണാം. ഈ മാസവും പിന്നെ പെട്രോൾ അടിച്ച് തുടങ്ങി, ഫസ്റ്റ് ഫുൾ ടൈം കഴിഞ്ഞ്. അപ്പൊ അത് ഇവിടെ കാണാം. നമ്മൾ എത്തിയിരിക്കുന്നു ബോയ്സ് കടയിൽ. അമ്മ അവിടെ ഇരിക്കുന്നു. അമ്മ ഇങ്ങോട്ട് വരും. അമ്മേ ഇത്ര ബിസിയാണെന്ന് ചോദിക്കും. അവരെത്തിയ അവിടെ ആണോ? ഞാൻ 1 മണിക്കൂർ നേരത്തെ ഇറങ്ങാം. 1 മണിക്കൂർ നേരത്തെ എത്താം. 1 മണിക്കൂർ നേരത്തെ ഒന്നും എത്തേണ്ട, സമയത്ത് എത്തിയാൽ 11:30 എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ സമയം നോക്കിയല്ല. കൊള്ളാം, ബാബോ. നമ്മളങ്ങനെ പ്ലോട്ടിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഇതേണ്ട് ഈ ഓണർ ഇവിടെ കാണും. ഞാൻ എന്തായാലും സംസാരിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് തരാം. പേപ്പറില്ലേ, ഈ നമ്പറിലേക്ക് ഞാൻ ഇട്ട് തരാം. സ്കാൻ ചെയ്തിടണം നമുക്ക്. പോയതപ്പോൾ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്ത് എന്താണ് പ്രൈസ് ഡിസൈഡ് ആയിട്ടില്ല. ഓണർ അല്ല വന്നത്, ഓണറിൻ്റെ നടുക്ക് ഒരു മീഡിയേറ്റർ വന്നത്. അപ്പോൾ അവരായിട്ട് സംസാരം കഴിഞ്ഞ് പ്രൈസ് എന്തായാലും ഓണറുടെ നമ്പർ മേടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവരെ പോയി കാണും, ചിലപ്പോൾ എറണാകുളത്ത്. അപ്പോൾ അതായിട്ട് ഞാൻ പറയാം. ആയിട്ട് പിന്നെ ഓണർ ഓക്കെ ആയി, പൈസ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ആധാരവും പിന്നെ അതിൻ്റെ വെക്കത്തെ എല്ലാ സംഭവമൊക്കെ വക്കീലിനെ കൊണ്ട് കാണിക്കുക. എന്നിട്ട് ലോൺ സാങ്ഷൻ ആക്കിക്കാം. ബാക്കിയുള്ള പൈസ വേണ്ട. അപ്പോൾ എന്താ എന്താവുമെന്ന് പിന്നീട് പറയാം. എന്താ അല്ലേ നല്ലത്. ഇപ്പൊ ഒന്നും ആയില്ലേ? ഇപ്പൊ ഇപ്പോഴത്തേക്കുള്ളതായി. എന്തെങ്കിലും ആകണേ നമുക്ക് പറയാം. നമ്മളിപ്പം എറണാകുളത്താണ്. ഇവിടെ ഒരു ബെഡിന്റെ കടയുടെ മുമ്പിൽ നിൽക്കുന്ന, സത്യം പറഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്നേ സൈൻലബാന്റെ. ഇവിടെ ഒരു ബ്രെഡിന്റെ കട. കല്യാണം കഴിഞ്ഞ് മേടിക്കണം. ഇത് തന്നെ പൊങ്ങുയത്? ഏയ് ഇതൊന്നും അടുക്കുന്ന പൊങ്ങുന്നതല്ലല്ലോ. എന്തിനാണ് എന്നെ? ഞാൻ ജസ്റ്റ് പുറത്ത് നിൽക്കുവായിരുന്നു. എൻ്റെ അടുക്ക് ബെഡ് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ബെഡ് കൊള്ളാം കേട്ടോ, കംഫർട്ടബിളാണ്. നടക്കുന്ന പൊങ്ങോ? ഞാൻ ഈ ചൈനീസ് വാഷിംഗ് ഉണ്ടായിരുന്നു നടക്കുന്ന പോലെ പൊങ്ങുന്നത്. ഓ ബെഡ് പൊങ്ങി ഇത്രയും വരുക. തന്നെ പൊങ്ങി തന്നാട്ടോ. ഇവിടെ പറയുന്നത് 10-15 മിനിറ്റ് ഇങ്ങനെ കിടന്ന് ഉറങ്ങി പോകുന്ന. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പോകണേ. ഒരു ദിവസം ഫുള്ള് കിടക്കാമ. ഇത് ബെഡ് കുഴപ്പമില്ല കേട്ടോ, കുറച്ചുകൂടി ഇതിനെക്കാട്ടും അടുത്ത കിങ് സൈസിന് നീളം കൂടും. പിന്നെ അവിടെ നിന്ന് ഒരടിയും കിട്ടും. ഇവിടെ രാവിലെ ഒന്ന് വൈകുന്നേരം വരെ കിടക്കാമെന്ന് അവർ പറയുന്നത്. ഞാൻ ഫുൾ ടൈം കിടന്നതേ അവർ റിവ്യൂ പറഞ്ഞു തന്നെ. പക്ഷെ നല്ല മെത്തയാണ്. ഇനീഷ്യൽ ഇംപ്രഷന് നല്ല. ചെയർ അങ്ങനെ നല്ലതാണോ? നീ കിടന്നല്ല അവിടെ? ഞാൻ അവിടെ കെട്ടിലിരിക്കുവായിരുന്നു. എന്തിന്? നിന്നെ കണ്ടിട്ട് എനിക്ക് പലയിടം തോന്നുന്നില്ല. നിനക്ക് കിടന്നില്ലെന്ന് തോന്നുന്നുണ്ട്. നീ മറ്റൊരു മസാജ് ചെയർ ഉണ്ടല്ലോ മറ്റേ മോളിനകത്തൊക്കെ, അതേ കിടന്നായിരുന്നു നീ? നിന്നെ കിടത്തിയായിരുന്നു ഞാൻ? നീ കിടന്നിട്ടുണ്ടോ? അതിനെക്കാട്ടി നല്ലതാണോ? ആ എനിക്ക് ഒരു ഗ്രീൻ ടീ തന്നേക്ക്. നിനക്കൊല്ലം വേണ്ട ബ്ലാക്ക് കോഫി? എന്തായാലും പറഞ്ഞേക്ക്. മസാല ഒരു ഇത് തന്നേക്ക്, സിട്രസ്. ഇവനും ഇഷ്ടപ്പെട്ടല്ലോ ഈ ചെയർ. ആ 10-15 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പൊ നമുക്ക് ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു ഹെവി വർക്ക് കഴിഞ്ഞിട്ട് വന്ന് നമ്മളൊരു 10-15 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ. ഇപ്പൊ നല്ല ലൈക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിംഗ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. എത്ര പ്രൈസ്? ഞാൻ കേൾക്കട്ടെ. 57,000 അല്ലേ? 57. ഇതായാലും ഇത്ര റെക്കമെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഏതായാലും ട്രൈ ഔട്ട് ചെയ്യാൻ പോയി. ഓ പുറകിൽ സംഭവം ഉണ്ടല്ലേ? നടുവരെ ഉള്ളതാ. ഇന്റൻസിറ്റി നമുക്ക് ഹൈ ആക്കി നോക്കട്ടെ. എങ്ങനെ കൂട്ടുന്ന? ഇന്റൻസിറ്റി ഹൈ ആക്കിയിട്ടുണ്ട്. ഓ കുടി 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 കുടി. ഇതെങ്ങനെ ലാസ്റ്റ് ചെയ്യുക? 2 ഇയർ വാറണ്ടിയാണ്. ജർമ്മൻ മോട്ടർ. ഈ ടേബിൾ ആ ടേബിളാണ് സ്വന്തമായിട്ട് ലിഫ്റ്റ് ആവുന്നത്. അവൻ്റെ ഭാഗത്താണെന്ന് തോന്നുന്നു ലിഫ്റ്റ് ചെയ്യുന്നത്. ടേബിൾ പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മാക്സ് ഹൈറ്റ് എത്ര? മാക്സ് ഹൈറ്റ് ആണെന്ന് 120. 120 എന്ന് പറയുമ്പോൾ ഇപ്പം നിന്നുകൊണ്ട് പി സി യൂസ് ചെയ്യണം. ഇതിന് ഇത്ര വിടുത്തേ ഉള്ളൂ.
വിട്ട് ഇതാണ് വരുന്നത് കേട്ടോ. ഈ ബെഡ് കൊള്ളാം കേട്ടോ. ഈ ബെഡ് 30,000 രൂപയുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടി റൂം ടെമ്പറേച്ചറായിട്ട് 3-4 ഡിഗ്രി താന്നായിരിക്കുന്നത്. ആ ബെഡ് 2 ലക്ഷം വെച്ചാൽ ബെഡ് 70, പിന്നെ ആ ഫ്രെയിം 120 അങ്ങനെ കണ്ട. അപ്പോൾ ഞാനിപ്പം അവിടുന്നോടി അവിടുന്നോടി വേറെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എൻ്റെ ഇന്ന് മറ്റേ ഫേസ് കരിയിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ടൊന്ന് കരിച്ചിട്ട് വരട്ടെ. ഞാൻ ആ ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. പിന്നെ എൻ്റെ ഹെയറിന് മറ്റേ ഫ്രിസിനെസ് മാറിയില്ല. കുറച്ച് പേര് ചോദിക്കുന്നത് കണ്ട് എന്തുവാണ് പ്രൊഡക്റ്റ് ഏതാണെന്നൊക്കെ. ഞാനൊന്ന് കൺഫേം ചെയ്യട്ടെ. കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് കൺഫേം ആട്ടെ, അല്ലാതെ ഞാൻ നോടെ കറക്റ്റാണോ അല്ലേ. ഇത് ഞാൻ തന്നെ റാൻഡമായിട്ട് മേടിച്ചൊരു പ്രൊഡക്റ്റാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. കുറേയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്യാറില്ല. പക്ഷേ ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബെഡിനൊന്നും നമുക്ക് ഇപ്പം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ബെഡ് നോക്കിയുള്ളായിരുന്നു. അത് വെറുതെ ഒരു രീതിക്ക് പോയാൽ ഞാൻ എൻ്റെ ബെഡ് എടുത്ത് കളിച്ചവന്മാർ. ഓ ആ നീറ്റല് മോനെ, എനിക്ക് വയ്യ. പൊള്ളി കൈ കിട്ടും എൻ്റെ മോനെ. മുഖത്തുനിന്ന് തൊലി ഒരു ചെത്തി മാറ്റി കഴിഞ്ഞാൽ ഒരു വേദനയുണ്ട്. ആ വേദന ഇപ്പം എനിക്കുള്ളത്. എടുക്കും ഞാൻ എൻ്റെ കൂടെ ആണെങ്കിൽ എന്തുകൊണ്ട് പല്ലിന് പുതിയ അലായം കിട്ടും, പല്ലും വേദന എടുക്കും. ഒരു നിവർത്തി ഉണ്ടായിരുന്ന ചെയ്യത്തില്ലായിരുന്നു. എന്നുവെച്ചാൽ കഴിഞ്ഞ ആദ്യത്തെ 2 വട്ടം ചെയ്ത ഒരു ലേഡി ഡോക്ടറായിരുന്നു. അന്നൊന്നും എനിക്ക് വല്ല റിസൾട്ടൊന്നും കണ്ടൊന്നുമില്ല. പക്ഷേ 3-ാമത്തെ വട്ടം ചെയ്ത ഒരു മെയിൽ ഡോക്ടറാണ്. അത് തന്നെ അയാൾ തന്നെ ഇപ്പോഴും ചെയ്തത്. അയാൾക്കൂടെ തന്നെ ഈ ദിവസം വന്നതാണ്. എനിക്ക് വേറെ ആരും ചെയ്യണ്ട. അയാൾ ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം തോന്നി എനിക്ക്. അപ്പോൾ ഇന്നും കൂടി ചെയ്തുകൊണ്ട് കുറച്ചുകൂടി വ്യത്യാസം വരുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു ഞാൻ. ഓ ഒരു മുടിയിട്ടിട്ട് പോകായിരുന്നു. പക്ഷേ ഈ മുഖം കൊണ്ടുകൊണ്ട് മുടിയിട്ടൊന്നും ശരിയാകത്തില്ലല്ലേ. നിങ്ങൾ ആരെങ്കിലുമൊക്കെയാണ് എനിക്ക് കമന്റിനകത്ത് എനിക്ക് ഓപ്ഷൻ തന്നത്, നിങ്ങൾ ഞാൻ ഇത് പോയി ചെയ്യണമെന്ന്. ഈ കണ്ടോണ്ടിരിക്കുന്ന ഏതോ ഒരുത്തരാണ്, എനിക്ക് ഓർമ്മയില്ല അവരുടെ പേര്. 1-2 പ്രാവശ്യം കൂടി പിന്നെ സ്മൂത്ത് ആയിക്കോളും. ഇവിടെ ക്യാമറയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്, അല്ല എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും പോട്ടെ, ഒറ്റയ്ക്ക് വന്നത്, തിരിച്ചൊറ്റയ്ക്ക് പോകണം. ഈ നീറ്റിലൊക്കെ സഹിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു പോട്ടെ. ആനനെ ടൈം ചെയ്ത് ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല. എന്നാലും ആന നിൽക്കുന്ന വീടിന് മുമ്പിൽ ജിമ്മിൽ പോകാൻ ഇറങ്ങിയാ ഞാൻ. ആ ഒരു പൊക്കത്തിലുള്ള ഹായ് കാണിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ ഒരാൾക്കൂടി സ്ഥലമുണ്ടാ? അവിടെ സ്ഥലമൊക്കെ ഒരാളെന്ന് തോന്നുന്നു. നല്ല കൊമ്പ് കേട്ടോ. കൊമ്പ് ഒറിജിനലാണോ ഫേക്കാണോ? ഇവിടുന്ന് പാറ എടുക്കുക, അവനെ റോട്ടിലോട്ട് നിർത്തി വെച്ചിരിക്കുക. എന്നാൽ ആ ചീച്ചനെ കൊണ്ട് പോയെന്നല്ല ആന. അപ്പോൾ ജിം എന്തായാലും നിർത്തിട്ടുണ്ട്. 2 എക്സസൈസ് ചെയ്തുള്ളൂ, വേറെ കാര്യം സമയമില്ലായിരുന്നു, ഞാൻ വന്ന ലേറ്റാണ്. എന്തായാലും ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ. I'll see you guys next time. Take care. Peace.